ഇപ്പം അഭിലാഷ് കൊട്ടാരക്കര എന്ന് പറയുന്ന ആൾ ഇപ്പോൾ റൊണാൾഡോ എന്ന് അറിഞ്ഞിട്ടുണ്ട്. ഈ റൊണാൾഡോ അച്ഛന് എത്രത്തോളം ഇഷ്ടമുണ്ട്? ഇഷ്ടമേ അല്ലത്. എൻ്റെ മോൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എപ്പോഴും പറയുന്നൊരു കാര്യമാണ് സിറ്റൗട്ടുള്ളൊരു വീട്. എൻ്റെ വൈഫ് നേഴ്സിംഗ് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ആണ് ഈ ഒരു വീട് വെച്ചത്. നിങ്ങളുടെ കൂടെ വന്ന ഒരാളുടെ ജീവൻ പൊലിയേണ്ടടുത്ത് ഒരു പോലീസുകാരൻ്റെ ജീവനാണ് പൊലിഞ്ഞത്. അതെ, എൻ്റെ ജീവൻ ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അതെ അതെ അതെ, എൻ്റെ ജീവൻ പൊലിയേണ്ടടുത്തെന്ന് തന്നെ പറയും. എൻ്റെ വാഹനമില്ല, ഒരു വണ്ടിയില്ല, കയ്യിൽ ഒരു വരുമാനമില്ല, ബാങ്കുകാർ കൊടുക്കാനുള്ളവരൊക്കെ വിളി, ബാങ്കിലെ അടവുകൾ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം, ഈ ചാനലിന് മുമ്പിൽ ഞാൻ ചിലപ്പം ഈ ട്രോളുന്നവർക്ക് പറയാം, ദാരിദ്ര്യം പറഞ്ഞ് ഞാനൊന്നും വിചാരിക്കരുത്. ഇതാണ് ഞാൻ. എൻ്റെ മോൻ ആഗ്രഹിച്ച ഒരു മുട്ടായി പോലും മേടിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ഞാൻ അന്ന് ശരിക്കും എൻ്റെ കയ്യിൽ സൈനൈഡ് കിട്ടിയായിരുന്നു ഞാൻ കഴിച്ചത്. വരുന്ന ഏത് പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ്. ഇതിനകത്ത് ആരാ ഇഷ്ടം പറഞ്ഞ ആരാ? ഞാൻ തന്നെയാണ് പറഞ്ഞത്. ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് അവളാണ്. തിരിച്ചു പറഞ്ഞു. റൊണാൾഡിന് പറ്റിയ വേഷമൊന്നും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്ന ഉറപ്പായിട്ട് റൊണാൾഡോ പടത്തിൽ കണ്ടേനെന്ന് സത്യനന്ദിക്കാട് ഓർമ്മയുണ്ടല്ലോ അദ്ദേഹത്തിന്. അതൊരു വലിയൊരു ആദ്യം തന്നെ ഈ റൊണാൾഡ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം, കാര്യം നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലുണ്ട്, ഈ മിമിക്രി രംഗത്തുണ്ട്. പക്ഷേ വെള്ളാനുള്ള നാളിലുണ്ട് എങ്കിലും തിരിച്ചറിയുന്നത് എനിക്ക് തോന്നുന്നു ഈ സീരിയലിലൂടെയാണെന്ന് തോന്നുന്നു. കഥാപാത്രത്തിൻ്റെ പേര് എനിക്ക്, അതായത് എൻ്റെ ഇതുവരെയുള്ള കലാഫീൽഡിൽ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടിയിട്ടുള്ളത് അലിയൻസിനും ഈ പറയുന്ന റൊണാൾഡിനും തന്നെയാണ്. അതിനു മുമ്പേ എന്നെ ഞാൻ കോമഡി സ്റ്റാറിൽ വന്നപ്പോൾ, കോമഡി എക്സ്പ്രസ്സിൽ വന്നപ്പോൾ തന്നെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് ആൾക്കാരെ തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഘടകം എന്ന് പറയുന്നത് വലിയ കലാകാരനായതുകൊണ്ടല്ല, എൻ്റെ ഈ തടിയാണ്. പക്ഷേ ക്യാരക്ടറിൻ്റെ പേര്, അതായത് എല്ലാ കലാകാരന്മാരും ആഗ്രഹിക്കുന്നതാണ് അവൾ ചെയ്ത ഏതെങ്കിലും ഒരു ക്യാരക്ടറിൻ്റെ പേരിൽ അറിയപ്പെടുക എന്നുള്ളത് ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെ അപൂർവ ഭാഗ്യം, ഒരുപാട് പേര് അപൂർവമായിട്ട് അങ്ങനെ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടായി. ഒരുപക്ഷെ അഭിലാഷ് എന്ന പേരിലേക്കാളും ഉപരി പുറത്തുള്ളവർ ഏറ്റവും കൂടുതൽ റൊണാൾഡോ അച്ചാച്ചൻ, നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് നമുക്ക് നേരിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മൾ പല കഥാപാത്രങ്ങൾ ചെയ്തിട്ടും ആരിലും എത്താതെ പോയിട്ട് സ്വന്തം നാട്ടുകാരൻ തന്നെ വേണ്ടി വന്നു പലരിലേക്കും എത്തിക്കാനായിട്ട്. രാജേഷ് തലച്ചിറ അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തം ഈ ഒരു തടി, എനിക്ക് തോന്നുന്നു ഈ തടിയായിരിക്കും ആ കഥാപാത്രത്തിലെ അലിയൻസിൽ. അതായത് ഞാൻ സൂസു പിന്നെ കോമഡി സ്റ്റാറൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ചക്കപ്പഴത്തിൽ ഒരു വേഷം കിട്ടി. ചക്കപ്പഴം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് തന്നെ നമ്മുടെ ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നുന്നു അത് നിർത്തി വെച്ചിട്ട് പോസ്റ്റ്പോൺ ചെയ്യുമെന്ന് അറിയിച്ചു. ആ സമയത്താണ് രാജേഷ് ഭായിയുടെ ഫ്ലവേഴ്സിൽ ഒരു സിറ്റ്കോം, അങ്ങനെ ഭാഗ്യം പറഞ്ഞത് അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് നേതാക്കൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. ഞങ്ങൾ രാജേഷ് ഭായി വിളിച്ചപ്പോൾ പറഞ്ഞു, രാജേഷ് പറഞ്ഞു പറയാം, ഞാൻ ഉറപ്പ് പറയുന്നില്ല, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് പിന്നീട് ഒരു ക്യാരക്ടർ അംബുജൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, അന്ന് എനിക്ക് കോംബോ ബെന്നിയാണ് മുടിയൻ, സുസുനാഥൻ അനുമോന്റെ ക്യാരക്ടറിൻ്റെ ജോമോൻ. അങ്ങനെ അയാളുടെ ഒരു ഉപദേഷ്ടാവ് എന്ന രീതിയിൽ അംബുജൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ, ആ പേരിന് ഞാൻ വലിയശാല എന്നൊരു പേര് വിട്ടു, വലിയശാല അംബുജൻ. അതൊരു 4-5 എപ്പിസോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നോട് പറയുന്നത് അലിയൻസിൽ, അതിനു മുമ്പേ എന്നെ അലിയൻസിൽ പിന്നെ ഒരു ജോത്സ്യം ചെയ്യാനായിട്ടൊക്കെ അതിൻ്റെ കൺട്രോളർ എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് എനിക്ക് ശ്യാമമ്പായ വിളിച്ചൊന്നും പോകാൻ പറ്റിയില്ല. അതിനുശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതുപോലെ ഇതിൽ ജെറാൾഡിൻ്റെ അനി റൊണാൾഡോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, മുൻ പറഞ്ഞിട്ടുണ്ട്, ക്ലീറ്റസിൻ്റെ ഒക്കെ കുഞ്ഞമ്മച്ചിയുടെ മോൻ, അത് കുറച്ച് എപ്പിസോഡ് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷം. അപ്പോൾ ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊറോണയൊക്കെ കഴിഞ്ഞിട്ടിങ്ങനെ നമ്മൾ വർക്കിൽ വീണ്ടും പിച്ച വെച്ച് തുടങ്ങുന്ന ഒരു സമയം. അത് കോമഡി സ്റ്റാറും ഉണ്ട്. അങ്ങനെ അതിൽ കയറി എന്തോ എൻ്റെയും എൻ്റെ വൈഫിൻ്റെയും കുഞ്ഞിൻ്റെ ഒക്കെ ഭാഗ്യം കൊണ്ടായിരിക്കും ഇപ്പോൾ 2-2.5 വർഷത്തോളം ആകുന്നു ഒരു മുറി കിട്ടി അവിടെ കിടന്നിങ്ങനെ വഴക്കും മുളകട്ടൊക്കെ ഇങ്ങനെ. എങ്കിലും നിങ്ങൾക്ക് നാളെയല്ലോ എങ്ങനെ വലിഞ്ഞേരി അവിടെ കിടക്കാൻ അതല്ലല്ലോ അങ്ങനെ നമുക്ക് വണ്ടി പണിഞ്ഞ് ഊപ്പാട് വരും. ഊപ്പാട് വരും. ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ എനിക്ക് വണ്ടി പണി എന്ന് പറഞ്ഞാൽ വലുതായിട്ട് അറിയത്തില്ല. പക്ഷേ നമ്മൾ ഈ ബൈക്ക് മെക്കാനിക്കായ സുഹൃത്തുക്കൾ വർക്ക്ഷോപ്പുകളിലൊക്കെ പോയി വെറുതെ സമയം ചെലവഴിക്കാൻ വേണ്ടി പോയി ഇരുന്നത് കൊണ്ട് ഇവരുടെ ഈ പിന്നെ ടൂൾസ് പിടിക്കുക, അതായത് നല്ലൊരു മെക്കാനിക്ക് ടൂൾസ് കൈകാര്യം ചെയ്യുന്ന കാണുമ്പോൾ അറിയാമെന്നാണ് പറയുന്നത്. ഇത് കണ്ട് നമുക്ക് പിന്നെ ഈ പറയുന്ന മിമിക്രിയുടെ ഒരു ചെറിയ ചുവടുണ്ട്, പെട്ടെന്നൊരു സാധനം പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ കഴിവുണ്ടായതുകൊണ്ടും ചെയ്യുന്നുണ്ട്. പലരും കമൻറ്റ് ചോദിക്കുന്നുണ്ട് ശരിക്കും മെക്കാനിക്കാണോ ചോദിച്ചിട്ടുണ്ട്, വണ്ടിപ്പണി അറിയാവുമെന്ന്. ഈ പറയുന്ന പഞ്ചറായ ട്യൂബിന്റെ ചെറിയ ഇതടക്കാൻ പോലെ എവിടെ പഞ്ചറായെന്ന് ചോദിക്കും. പഞ്ചർ നമുക്ക് ചിലവ് കാണാൻ പറ്റും, ആ ആളിനോടാ ചോദിച്ചത് അറിയാവുന്നത്. പക്ഷേ എങ്കിലും അതിനകത്ത് കാണാൻ ഭയങ്കര നാച്ചുറാലിറ്റി ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ നമ്മുടെ പിന്നെ അരുൺ വന്നിട്ട് പോകും ഇല്ലേ, എത്തി വന്നിട്ട് നോക്കിയിട്ട് നല്ല അടിയും വഴക്കും. അതെ. പക്ഷേ അണ്ണൻ്റെ ഒരു ക്യാരക്ടർ കണ്ടപ്പോൾ ഈ
ഇങ്ങനെ കഴിച്ചിട്ടാണോ ഇങ്ങനെ ആയത്? അല്ല, ഇതിന് മുന്നേ ഇങ്ങനെ കഴിക്കുമോ? കഴിപ്പ് ആഹാരം വളരെ രുചിയോടെ അതേതായാലും നമുക്ക് ഇത്രത്തോളം വേണമെന്നൊന്നുമില്ല, വളരെ ആസ്വദിച്ച് കഴിക്കുന്ന. ചെറുതായാലും വലുതായാലും പിന്നെ ഒരുപാട് കഴിക്കുമ്പോൾ ഒരുപാടും കഴിക്കുമല്ലോ, പക്ഷെ കുറേശ്ശെ ഞാൻ ഇങ്ങനെ മതിയല്ലോ, ഓരോ മണിക്കൂർ. പിന്നെ രണ്ടെന്ന് പറയുന്നത് യാതൊരുവിധ എക്സസൈസും ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നടക്കാൻ പോലും വലിയ മടിയുള്ള കൂട്ടത്തിലാണ്. വണ്ടി ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടത്തില്. വണ്ടി ഇല്ലെങ്കിൽ നടക്കാൻ ഒരവസ്ഥയാണ്. എനിക്ക് തോന്നുന്നതേ ഈ തടിയാണ് നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി. അത് കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാരക്ടറൊക്കെ പോകും. രാഷ്ട്രീയ പറഞ്ഞിട്ടുണ്ടോ തടി കുറയ്ക്കാന്നുണ്ടെങ്കിൽ പിന്നെ റൊണാൾഡോന്റെ ആവശ്യമില്ല എന്നല്ല പറഞ്ഞു. അതെ അതെ, എന്നുവെച്ചാൽ അത് കഴിക്കുന്ന ഒരാളാണ്, എന്ത് കൊടുത്താലും കഴിക്കും. കഴിക്കുന്നതാണ് ഒരു ആർത്തി പണ്ടാരമാണ്, ചാപ്പാട്ട് രാമനാണ്. അപ്പൊ എല്ലാം കൊണ്ട് നമ്മുടെ ക്യാരക്ടറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ അങ്ങ് പോകുന്നു. എന്തായാലും ദൈവം ഇപ്പൊ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ. ദൈവം കൂടെ ഉണ്ടെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കൊറോണയ്ക്കത് അത്ര താഴെ പോയ ഒരാളാണ്. അവിടുന്ന് പോയിട്ട് ഞാൻ ഫീൽഡ് വിട്ടു. ഇനി എന്ത് എന്നൊരു ചോദിച്ചതിനുമായിട്ട് ഞാൻ കുറേ നാൾ ഒരു മാർഗ്ഗവും ഇല്ലാതെ വലിയ ബുദ്ധിമുട്ട് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ദരിദ്രൻ എന്ന് തന്നെ പറയാം. ആ ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു വന്നു. അവിടുന്ന് ഞാൻ ആഗ്രഹിച്ചു, ദൈവം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഫീൽഡ്, ഒരു കലാകാരനായിട്ട് നിലനിന്ന് പോകണം, കലാകാരനായിട്ട് തന്നെ അറിയപ്പെടണമെന്നൊക്കെ ആഗ്രഹിച്ച് നിന്ന് ഞാൻ പെട്ടെന്ന് ഈ ഒരു ഫീൽഡ് നമ്മുടെ കൈവിട്ട് പോകുന്ന ഒരു വർക്കുമില്ല. കൊറോണ വന്ന് ആകെ നാശകോശമായി. ഇനി എന്തെന്നൊരു ചോദ്യം, മുന്നോട്ടുള്ള ജീവിതം തന്നെ, അതായത് എൻ്റെ കലാഫീൽഡ് മാത്രമല്ല, ഇനി മുന്നോട്ടുള്ള ജീവിതം തന്നെ വഴിമുട്ടി നിന്നിടത്തുനിന്ന് ഇപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ എടുക്കുന്നത് ഇരിക്കാൻ പറ്റുന്ന ദൈവം എൻ്റെ കൂടെ. അപ്പം അണ്ണാ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ അണ്ണാന്ന് വിളിക്കുന്ന കൊട്ടാരക്കര കൊല്ലം ജില്ലക്കാർ അങ്ങനെ തന്നെ വിളിക്കുന്നത്. അതെ അതെ, ഈ ഫീൽഡിൽ വരുന്നതിന് മുമ്പേ ഉള്ള പരിചയം. അണ്ണാ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നിങ്ങൾ പറഞ്ഞു ദരിദ്രനായിരുന്നു, ഭയങ്കര ദാരിദ്ര്യത്തിലായിരുന്നു ഈ കൊറോണ സമയത്ത്. അപ്പം എന്ത് എന്നുള്ള ചോദ്യത്തിൽ ഈ കല മിമിക്രിയൊക്കെ വിട്ടിട്ട് ഇനി വേറെ ജോലിക്ക് പോകേണ്ടി വരും എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ പേടി ഉണ്ടായിരുന്നു? ഇനി എന്ത് എന്നുള്ള ചോദ്യം, ഈ തൊഴിൽ വിട്ടിട്ട് വേറെ ജോലി ചെയ്യണമെന്നുള്ളത് മാത്രമല്ല, ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കും, തൊഴിൽ മാത്രമല്ല. കാര്യം എൻ്റെ മോൻ ഒരു 2-2.5 വയസ്സായപ്പോഴാണ് ഈ കൊറോണ ഒരു സമയം വന്നതും. അപ്പം ഒരു മാർഗ്ഗമില്ല. അന്ന് പിന്നെ ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. അപ്പം വൈഫിൻ്റെ അമ്മ ചെറുതിലേ മരിച്ചു. അപ്പോൾ അച്ഛന് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ച് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോഴും അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് പൂർണ്ണമായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റത്തില്ല. കാര്യം അച്ഛന് ഹാർട്ട് പേഷ്യൻ്റാണ്, ഇൻസുലിൻ എടുക്കണം. വൈഫ് പറഞ്ഞു അച്ഛന് ആസ്ട്രോളറായിട്ടൊരു കടയിൽ പോകുന്നുണ്ട്, കട ജ്യോതിശാലയുണ്ട്. അപ്പോൾ അച്ഛന് പൊതിയിട്ട് കൊടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കൂടുതൽ സമയം ഇവിടെ തന്നെയാണ്. അപ്പോൾ മോനായതിന് ശേഷവും പ്രസവത്തിന് വിളിച്ചുകൊണ്ട് വന്നു, പിന്നെ നൂലുകെട്ട് കഴിഞ്ഞ് പിന്നെ കുറച്ചാൾ അവിടെ വന്നു, പിന്നെ കൂടുതൽ സമയം ഇവിടെ തന്നെയായിരുന്നു. ഈ സമയത്ത് ഞാൻ ഇവിടെ കൊറോണ വന്നു. എൻ്റെ വാഹനമില്ല, ഒരു വണ്ടിയില്ല, കയ്യിൽ ഒരു വരുമാനമില്ല. ബാങ്കുകാർ കൊടുക്കാനുള്ളവരൊക്കെ ബാങ്കിലെ അടവുകൾ, കാറുണ്ടായിരുന്നു, കാറിൻ്റെ അടവുകളൊക്കെ ഇങ്ങനെ മുടങ്ങിയിരിക്കുന്നു. ഒരു മാർഗ്ഗമില്ല. അപ്പം കൊറോണ 1-ാം തരംഗം വരുന്നു, അതങ്ങോട്ട് മാറി 2-ാം തരംഗം വരുന്നു, ജനതാ കർഫ്യൂവിൻ്റെ സീസൺ. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല. ഞാൻ എൻ്റെ ബെഡ്റൂമിൽ ഒരു മുറിയിൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ ഇപ്പം അത് ഓർക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് അനുഭവിച്ചത് അത്ര വലിയതായിരുന്നു. അപ്പോൾ എൻ്റെ മുമ്പിൽ മോനും അവളും ഇവിടെ പിന്നെ അച്ഛനന്ന് ജ്യോതിശാലത്തിന് ഇവിടെ ആൾക്കാർ വന്ന് നോക്കും. അച്ഛൻ ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു. കാരണം അവരുടെ കാര്യങ്ങൾക്കൊന്നും ആ സമയത്ത് ബുദ്ധിമുട്ടിക്കാതെ. ആ സമയത്ത് എൻ്റെ മുമ്പിൽ ഞാൻ അന്ന് ശരിക്കും എൻ്റെ കയ്യിൽ സൈനൈഡ് കിട്ടിയായിരുന്നു ഞാൻ കഴിച്ചത്. പല കലാകാരന്മാരും അങ്ങനെ തന്നെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ മറികടന്നതല്ല, അണ്ണൻ്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. ഇടയ്ക്കൊരു കാര്യം ചോദിക്കട്ടെ, വീടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു വാർത്ത കെട്ടിടം, അത്യാവശ്യം നല്ലൊരു വീടായിരിക്കാം എന്നുള്ളതാണ് പറയുന്നത്. എനിക്ക് ഒരു നിങ്ങളുടെ കുടുംബം ഇവിടെ എനിക്കറിയാം, പണമുള്ള വീട്ടിലെ കൊച്ചിൻ്റെ ഒരു മുഖമുണ്ട്. എൻ്റെ ആറ്റിറ്റ്യൂഡും ആകാരമൊക്കെ പണക്കാരൻ്റെ വീട്ടിലെ കൊച്ചിൻ്റെ കൂടെ ആയതുകൊണ്ട് പലരും എൻ്റെ സുഹൃത്തുക്കൾ തന്നെ, എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ കോളേജിലൊക്കെ പഠിച്ചവർ, പിന്നീട് ഞാൻ ഈ ഫീൽഡിൽ വന്ന് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ പ്രാവശ്യം 2 സുഹൃത്തുക്കൾ ഇതേപോലെ ഒരുത്തൻ്റെ ഹൗസ് വാമിങ് പറയാനായിട്ട് ഇവിടെ വന്ന് ഞാനങ്ങനെ ലൊക്കേഷൻ ഇട്ട് കൊടുത്തു. ഇവിടെയാണോ ഈ വീട്ടിൽ? ഇവിടെ വന്ന് ഞാനിപ്പോൾ 2-2.5 വർഷമായിട്ട് പൂർണ്ണമായിട്ട് ഇവിടെ തന്നെ. ഇവിടെ വന്നപ്പോഴത്തേന് ഞാൻ ഫീൽഡിൽ നിൽക്കുന്നു, തിരക്കേറിയ പ്രോഗ്രാമുകൾ. പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ അവന് ഭയങ്കരമായിട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. അളി എന്ത് പറ്റി? ഞാൻ പറഞ്ഞു ഇതാണിപ്പോൾ എൻ്റെ വീട്, ഇവിടെയാണ് ഞാൻ വൈഫ് ഹൗസിലാണ്. ഇത് എൻ്റെ വൈഫ് നേഴ്സിംഗ് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ആണ് ഈ ഒരു വീട് വെച്ചത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ പറയടാ, എനിക്ക് അന്നേരം ഞാൻ അവനോടും പറഞ്ഞ ഡയലോഗ് തന്നെ, എടാ എനിക്ക് ഈ പറയുന്നത് എന്താ, പണമുള്ള വീട്ടിൽ കൊച്ചിൻ്റെ ഒരു മുഖം മാത്രമേ ഉള്ളൂ, എൻ്റെ സാഹചര്യം ഇതാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഞാൻ ഒരുപാട് സന്തോഷവാനാണ്. ഞാനും വൈഫും കുഞ്ഞും അടങ്ങുന്ന ഞങ്ങളുടെ ചെറിയ കുടുംബം. പിന്നെ ഈ നിൽക്കുന്ന വീടുകളെല്ലാം വൈഫിൻ്റെ ബന്ധുക്കളാണ്, എൻ്റെയും ബന്ധുക്കൾ. വൈഫിൻ്റെ എന്ന് പറയത്തില്ല, എൻ്റെ ബന്ധുക്കളാണ്. എല്ലാ കാര്യത്തിനും അവർ ഭയങ്കരമായിട്ട് സപ്പോർട്ടുണ്ട് എല്ലാ രീതിയിലും. അപ്പം ഇവിടെ ശരിക്കും ഭയങ്കര സന്തോഷവാനാണ്. ഇനി ഒരു പക്ഷേ അടുത്ത വിഷു സ്പെഷ്യൽ ഒരു പക്ഷേ ഇവിടെ വെച്ച് ചെയ്യാനുള്ള ഭാഗ്യമായിരിക്കത്തില്ല, ഇവിടെ ആയിരിക്കത്തില്ല. വേറെ അടിപൊളി വീട് വെക്കണം, ഫ്ലാറ്റൊക്കെ മേടിക്കണം എന്ന് ആഗ്രഹമാണ്. പക്ഷേ അതിന് മുമ്പ് മിക്കവാറും ബാങ്കുകാർ കൊണ്ടു ഇത്
ഓ ജപ്തിയായി കിടക്കുകയാണ്. അപ്പം ഇതെന്തൊക്കെയാണ് അതുകൊണ്ടാണ് കേൾക്കുന്നത്? ഈ വിഷു നല്ലൊരു വിഷുവായിട്ട് എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? നിങ്ങൾ ഇതെല്ലാം പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, കണ്ണീന്ന് ചെറുതായിട്ട് വിഷുവായിട്ട് നല്ലത് തന്നെ, ആനന്ദ കണ്ണീരായിക്കോട്ടെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും സങ്കട കണ്ണീരായിക്കോട്ടെ, എന്താ ഏത് രീതിയിലും പ്രഷർക്ക് എടുക്കാം. പക്ഷേ എനിക്ക് ഒരു വിഷമമുള്ളത്, ഞാൻ വന്നപ്പോൾ തന്നെ വീട് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. കാര്യം എനിക്കൊന്ന് ജനലിൽ കർട്ടൻ ഇട്ടിരിക്കുന്നത്, മകനുണ്ട്, ഫുള്ള് കർട്ടനാണ് അവിടെ, ഒറ്റ കതവ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അത് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടതാണ്. ഒറ്റ കതവ് മാത്രമേ ഞാൻ, ഫ്രണ്ട് കതവ് മാത്രമേ കണ്ടുള്ളൂ. റൂമിലൊന്നും കഥയില്ല. പിന്നെ ഇൻറ്റേർണലായിട്ട്, അതായത് പേഴ്സണലി ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ, ഈ പറഞ്ഞ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്, ഞാൻ യൂസ് ചെയ്യാൻ കയറി, അതുപോലും കർട്ടനിലാണ് ഇട്ടിരിക്കുന്നത്. അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ പറയേണ്ട കാര്യമുണ്ട്. കാര്യം പ്രഷർ അറിയണം. അഭിലാഷ് കൊട്ടാരക്കര എന്താണെന്നുള്ളത്, റൊണാൾഡ് എന്താണെന്നുള്ളത്. കാര്യം ഇത് വൈഫ് കഷ്ടപ്പെട്ട് ഇത്രയും ഉയർത്തിയെടുത്തു. പക്ഷേ ഈ എത്ര ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്? ഇപ്പോൾ ബാങ്കിലെല്ലാം കൂടെ ഒരു ലാസ്റ്റ് ഒരു പേപ്പർ കൊണ്ടൊട്ടിക്കാനായിട്ട് വരുമ്പോഴത്തേന് പലിശയടക്കം 7 ലക്ഷം. അപ്പോൾ അത് കൂടിക്കൊണ്ടിരിക്കുമല്ലോ. 7 ലക്ഷത്തി സംതിങ് ഓൾറെഡി ആയി. അത് പെട്ടെന്ന് എന്നെ കൊണ്ട് പിടിച്ചാൽ കിട്ടാത്തൊരു സംഖ്യ തന്നെയാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇത് ഞാനൊരു വെള്ള പെയിൻറ്റ് പോലും മേടിച്ച് അടിക്കാതെയാണ് എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കുറച്ച് മാറ്റം ചെയ്ത് വീട് വേണേൽ എന്തെങ്കിലുമൊക്കെ രീതിയിലേക്ക് ചെയ്തു പോകാം. പക്ഷേ ഞാനങ്ങനെ ചെയ്ത കഷ്ടപ്പാട് വെള്ളത്തിൽ വരച്ച് വര പോലെ. നാളെ ഒരു സമയത്ത് ബാങ്കുകാർ വന്ന് പോകുമ്പോൾ അത്രയും ചെയ്തത് ഒന്നും അല്ലാതായി. അതുകൊണ്ടാണ് ഞാൻ ഈ വീട് അതേപോലെ ഇങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ വൈഫിനാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ്. കാര്യം അവരുടെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണാണ്. പിന്നെ എനിക്ക് എൻ്റെ കുടുംബ വീട് പോലെ തന്നെ ഭയങ്കര പ്രിയപ്പെട്ടത് കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഭയങ്കര സേഫ്റ്റി ഉണ്ട്. സൈലന്റ് ആണ്, സേഫ് ആണ്. ശരിയാണ്, ഉണ്ട്. കാര്യം എൻ്റെ ഫീൽഡ് അറിയാലോ, ഈ സമയം രാത്രി വിളിക്കാൻ ചിലപ്പോൾ പോയാൽ 3-4 ദിവസം കഴിഞ്ഞേ വരും. അപ്പം എൻ്റെ വൈഫും കുഞ്ഞും പക്കാ സുരക്ഷിതമാണ് ഇവിടെ. എന്താവശ്യത്തിനും അവരുടെ ബന്ധുക്കളും അമ്മമാരും അളിയന്മാരും അച്ഛന്മാരും എല്ലാവരും ഉണ്ട്. കൂട്ടുകിടക്കാനായാലും എല്ലാവരും അപ്പുറത്ത് വീട്ടിലോട്ട് കൊണ്ടുപോകാനായാലും എല്ലാത്തിനും ആളുണ്ട്. അപ്പോൾ ആ ഒരു സുരക്ഷ, അതുകൊണ്ട് എനിക്ക് ഇവിടെ തന്നെ നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ബാക്കിയെല്ലാം